ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മാളികപ്പുറം സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അങ്ങനെതാ നമ്മുടെ അനുവിന്റെ കല്യാണം തന്നെയാണല്ലോ ഇപ്പൊ കുറച്ചാഴ്ചകളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പം എന്തായാലും അനുവിന്റെ കല്യാണം നല്ല ഗംഭീരമായി തന്നെ അയ്യപ്പസ്വാമി നടത്തി കൊടുക്കുന്നുണ്ട്. അതും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് ആ ഒരു കല്യാണം നടക്കുന്നത്. അതിന്റെ ഒരു സന്തോഷമൊക്കെ നമ്മുടെ അനുവിനും കുടുംബത്തിനും ഒക്കെ ഉണ്ട്. അവരെല്ലാരും ഗിരിദേവനോട് നന്ദി പറയാണ്. ഗിരിദേവനെ വീട്ടിലെത്തിക്കാൻ കാരണക്കാരിയായത് നമ്മുടെ ദേവകി അമ്മയും അതേപോലെ തന്നെ തിരുമേനിയും ഒക്കെ ആണല്ലോ. അപ്പൊ അവരോടും പ്രത്യേക നന്ദിയൊക്കെ ഇവര് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പം നമ്മുടെ ഗിരിദേവനാണെങ്കിൽ ഉണ്ണിമോളെയും വാവയെയും ഇരുത്തിക്കൊണ്ട് ഉണ്ണിമോൾക്ക് ഒരു കഥ കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം മനപ്പറമ്പിലുള്ള ഒരു മനയിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളാണ് ഗിരിദേവൻ കഥയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ കുട്ടികൾ ആ ഒരു വീട്ടിലെത്തുന്ന സമയത്താണെങ്കിലും അവിടെ മുൻകാലങ്ങളിൽ നടന്നിരുന്ന മനയിൽ നടന്ന കഥകളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഉണ്ണിമോൾക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഉണ്ണിമോൾക്ക് ഇങ്ങനെ കഥകള് അയ്യപ്പസ്വാമി തന്നെ പറഞ്ഞു കൊടുക്കുമ്പം ഇതിൽ ഒരു ഭാഗ്യം നമ്മുടെ ഉണ്ണിമോൾക്ക് കിട്ടാനും ഇല്ല. അങ്ങനെ മനയിൽ നടന്ന ഒരു കഥയാണ് നമ്മുടെ ഉണ്ണിമോളോട് അയ്യപ്പസ്വാമി പറഞ്ഞു കൊടുക്കുന്നത്. വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു മന, ആ മനയില് സൂക്ഷിച്ചു വെച്ചിരുന്നതോ ഒരുപാട് വിലമതിക്കുന്ന നിധികളൊക്കെയാണ്. അപ്പം ആ മനയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന നിധികൾക്കെല്ലാം കാക്കാനായിട്ട് നിധി നഷ്ടപ്പെട്ടു പോകരുതല്ലോ. കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വർണവും സ്വത്തുക്കളും ഒക്കെയാണ് അതിനകത്തുള്ളത്. അതൊരിക്കലും മോഷണപ്പെട്ടു പോവാതെ ഇരിക്കാൻ അന്ന് കാലത്തുണ്ടായിരുന്ന കാർണവന്മാര് ബ്രഹ്മരക്ഷസിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം, ബ്രാഹ്മണന്മാരുടെ മരിച്ചുപോയ ആത്മാവാണ്. അത് പല ആൾക്കാർക്കും കാവലായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ തറവാട്ടിലെ മൂത്ത കാർണവരായിരുന്ന ബ്രഹ്മരക്ഷസ് തന്നെയാണ് ആ മുതലും കാര്യങ്ങളും എല്ലാം കാത്തു രക്ഷിച്ചിരുന്നത്. അപ്പം അങ്ങനെ മനയിലെ കാവൽക്കാരനായിരുന്ന ബ്രഹ്മരക്ഷസിന്റെ കണ്ണു വെട്ടിച്ച് ഒരു ദിവസം അവിടെ മോഷ്ടാക്കള് കയറുകയാണ്. പക്ഷെ അവർക്ക് മോഷ്ടിക്കാൻ സാധിച്ച ആ ഒരു മുതല് ഒരു കാരണവശാലും മനയ്ക്ക് വെളിയിലേക്ക് പോവാനായിട്ട് കാവൽക്കാരനായിട്ടുള്ള ബ്രഹ്മരക്ഷസ് അത് മോഷ്ടിക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞ് ബ്രഹ്മരക്ഷസ് തന്നെ നഷ്ടപ്പെട്ട സ്വത്തുക്കളെല്ലാം അവിടെ തിരികെ വെക്കുകയാണ്. അപ്പം ഇതിനിടയിൽ നിന്നും ഒരേ ഒരു സാധനം ആ വീട്ടിലെ കുഞ്ഞിന് കിട്ടുകയാണ് കേട്ടോ. കുഞ്ഞിന് കിട്ടിയതും കുഞ്ഞാണെങ്കിലോ ആഭരണം അണിയാണ്. അപ്പം ആഭരണത്തിന്റെ കാര്യം അവകാശിയായിട്ട് നിൽക്കുന്നത് രക്ഷസ് തന്നെ ആയതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ രക്ഷസ് ശിക്ഷിക്കുകയാണ്. അപ്പൊ ശിക്ഷിക്കുമ്പോഴത്തേക്കിനും കുഞ്ഞിനാണെങ്കിലോ കണ്ണ് കാണാത്ത ഒരു അവസ്ഥയിലേക്ക് വരെ വരികയാണ്. അപ്പം ആ വീട്ടിലുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ദുരന്തങ്ങളും ഒക്കെയാണ് ഈ വരുന്ന ഒരാഴ്ചയിലെ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഉണ്ണിമോളുടെ കഥകളെല്ലാം പറയുമ്പം ഉണ്ണിമോള് ചോദിക്കുകയാണ്, എന്തിനാണ് ഗിരിദേവ സ്വത്തുക്കളെല്ലാം കാത്തുരക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും പോലീസുകാരോട് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ ബ്രഹ്മരക്ഷസിനെയൊക്കെ നിർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം പണ്ട് തലമുറകളിൽ പണ്ടത്തെ കാർണവന്മാര് ചെയ്തിരുന്നത് ഇങ്ങനെയൊക്കെയാണ്. രക്ഷസ് എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല, വളരെയധികം ശക്തികളുള്ള ഒരു രൂപം തന്നെയാണ്. രക്ഷേഹത്തിന്റെ കാവലിലുള്ള ഒരു സ്വത്തുക്കളും ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ പിൻകാലത്ത് തലമുറയിൽപ്പെട്ട ആൾക്കാര് ഈ കുടുംബത്തിൽ നിന്നും സ്വത്തുക്കൾ അപഹരിക്കാൻ ശ്രമിക്കുകയും അവർക്ക് ഒരുപാട് അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിൽ കാണിക്കുന്നത് അച്ഛനെയും അമ്മയെയും ഒരു മോളെയും ഒക്കെയാണ്. അതിൽ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു കുട്ടിയെയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രമോ വിശേഷത്തിൽ വന്നിട്ടുള്ളത് സാക്ഷാൽ അയ്യപ്പ സ്വാമിയും അതുപോലെ തന്നെ രക്ഷസും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ്. അപ്പം തുല്യ ശക്തരായിട്ടുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. ഇവർ രണ്ടാളും കൂടി തമ്മിൽ നടക്കുന്ന ആ ഒരു യുദ്ധവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും അവസാനം കലിയുഗ വരദനായിട്ടുള്ള സാക്ഷാൽ ശ്രീഭൂതനാഥൻ തന്നെ ആയിരിക്കും ആ ഒരു അംഗത്തിലും ജയിക്കുക എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചയിലെ കഥ വരുന്നത്. അപ്പം ഈ വിശേഷങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ അടുത്ത ആഴ്ചയിൽ കാണാൻ പോകുന്ന വീഡിയോസിലൊക്കെ ഉണ്ടാവുക. അപ്പം എല്ലാവരും കാണുക. എല്ലാവർക്കും നല്ലൊരു സൺഡേ ഒക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും നാളത്തെ കഥയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.